الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد. ആദരണീയരായ അധ്യക്ഷൻ ഇബ്രാഹിം മാസ്റ്റർ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ബൈമോട്ടായി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയരായ വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിനമാണ്. നമ്മുടെ മദ്രസയുടെ വാർഷികം ആഘോഷിക്കുകയാണുള്ളത്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. മദ്രസ എന്ന് പറയുന്നത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഉത്തരേന്ത്യയിലെ മദ്രസകൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മദ്രസകൾ വെറുപ്പുൽപാദിപ്പിക്കുന്നുണ്ടെന്നും മദ്രസ ഭീകരവാദങ്ങളുടെ കേന്ദ്രമാണെന്നുമൊക്കെ പൊള്ളയായ നുണയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ വിതറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ എന്താണ് മദ്രസ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് എനിക്ക് തൊട്ടു മുമ്പ് പ്രഭാഷണം നടത്തിയ ഫൈസൽ ബൈമോട്ടായി സാഹിബ് നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ധാർമ്മികപരമായിട്ടുള്ള കരുത്തുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് മദ്രസ കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉത്തരേന്ത്യയില് നമ്മുടെ നാട്ടില് ഉള്ള മദ്രസ പോലെയല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടില് മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന, ഖുർആനും ഹദീസും സ്വഭാവ ഗുണങ്ങളും പഠിപ്പിക്കുന്ന, മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഉത്തരേന്ത്യയിൽ അത് സമ്മിശ്രമായ സിലബസുകൾ പഠിപ്പിക്കുന്ന, കണക്കും ഇംഗ്ലീഷും മാത്സും ഇങ്ങനെ സയൻസും തുടങ്ങി എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന പൊതുവായിട്ടുള്ള സ്ഥാപനമാണ് മദ്രസ എന്ന് പറയുന്നത്. അവിടെ മദ്രസയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല പ്രവേശിക്കുന്നതും പഠിക്കുന്നതും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടില് മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന രൂപത്തിൽ 1950 ആദ്യമായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. സംസ്ഥാനത്തെ മതപരമായ പുനരുജ്ജീവനത്തിന്റെ മേഖലയിലേക്ക് മജ്ലിസ് കടന്നു വരികയായിരുന്നു. അതിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവനകൾ മജ്ലിസ് താലീമുൽ ഇസ്ലാമി നടത്തിയിട്ടുണ്ട്. 1979 പരിപൂർണമായും അത് വിദ്യാഭ്യാസ കെട്ടിടം സ്ഥാപിക്കുക, ട്രസ്റ്റ് സ്ഥാപിക്കുക, ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ അതിനിടയിൽ നടത്തിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തുടനീളം സാമൂഹിക പ്രവർത്തകർ നിരവധി മദ്രസകളും സെക്കൻഡറി മദ്രസകൾ, സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ ഈ സാഹചര്യത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1979 മജ്ലിസ് ട്രസ്റ്റ് പ്രധാനമായും ഊന്നിയിരുന്നത് അതിൻ്റെ പാഠ്യപദ്ധതിയുടെ നവീകരണത്തിനും സ്റ്റാൻഡേർഡൈസേഷനും ഒക്കെ ഉള്ള പരിപാടികളാണ്. സിലബസും വാർഷിക പദ്ധതി തയ്യാറാക്കുക, പാഠപുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം, അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ, പരീക്ഷകൾ, വിദൂര സാംസ്കാരിക പരിപാടികൾ, സാംസ്കാരിക കലോത്സവങ്ങൾ, അതുപോലെ തന്നെ അധ്യാപക ക്ഷേമ പരിപാടികൾ, അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകൾ, ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മജ്ലിസ് എന്ന് പറയുന്നത്. ഇപ്പോഴത് അറിയപ്പെടുന്നത് കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് എന്ന KMEB എന്ന ചുരുക്കപ്പേരിലാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേതൃത്വം ഈ KMEBക്ക് അല്ലെങ്കിൽ മജ്ലിസ് താലീമിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ KC അബ്ദുല്ല മൗലവി ഉണ്ടായിരുന്നു, P മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു, അബ്ദുൽ ജമാൽ മൗലവി ഉണ്ടായിരുന്നു, T ഇസ്ഹാഖ് അലി മൗലവി ഉണ്ടായിരുന്നു, TK അബ്ദുള്ള സാഹിബ്. ഇങ്ങനെ വളരെ പ്രമുഖരായ നേതൃത്വമായിരുന്നു ഇതിന്റെ മുൻകാലങ്ങളിൽ ഇതിനെ നയിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ അറിയുക. പരമ്പരാഗതമായിട്ടുള്ള മതവിശ്വാസങ്ങള്, അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിൽ തെരഞ്ഞെടുത്ത വിഷയങ്ങളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് പരിപൂർണമായ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയും സിലബസുമാണ് KMEB മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മദ്രസകൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാനുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം. മദ്രസ എന്ന് പറഞ്ഞാൽ അറബി പദത്തിന്റെ അർത്ഥം തന്നെ പാഠശാല, സ്കൂൾ എന്നാണ് അതിന്റെ അർത്ഥം. സ്കൂൾ എന്നുള്ളത് അതിന്റെ അറബി പദമാണ്. അതിന്റെ സ്കൂൾ എന്നുള്ളത്
ഇംഗ്ലീഷ് പദമാണ്, അതിന്റെ അറബി പദമാണ് മദ്രസ എന്നുള്ളത്. പാഠശാല എന്നുള്ളത് അല്ലെങ്കിൽ വിദ്യാലയം എന്നുള്ളത് അതിന്റെ മലയാള പദമാണ്. ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള മദ്രസകൾ, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന മദ്രസകൾ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഉത്തരേന്ത്യയിലുള്ളത്. ഉത്തരേന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള മദ്രസകൾക്ക് സർക്കാരുകൾ, സംവിധാനങ്ങളുണ്ട്, സർക്കാർ നിയോഗിച്ച അധ്യാപകർ അവിടെയുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിം സ്റ്റാഫുകൾ ഇത്ര ശതമാനം വേണം എന്നുവരെ സർക്കാരിന്റെ നിയമമുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലുള്ള മദ്രസകൾ എന്ന് പറയുന്നത്. അവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് 2 മണിക്കൂർ സമയമല്ല, വൈകുന്നേരം വരെ തുടർച്ചയായി പഠിക്കുന്ന, നമ്മുടെ സ്കൂൾ വിഷയങ്ങളൊക്കെയും പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഉത്തരേന്ത്യയിൽ മദ്രസകൾ എന്നുള്ളത്. അതിൽ മതവിദ്യാഭ്യാസവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമല്ല നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉത്തരേന്ത്യയിലെ ഒരു മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബംഗാളിലെ മദ്രസയിലെ ആലിയയിലും പട്നയിലെ മദ്രസയിലെ മുജീദാബാദിലും പഠനം നടത്തിയ ഡോക്ടർ രാജാറാം മോഹൻ റായ് അറബി നാമത്തിലുള്ള ഒരു പേർഷ്യൻ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് തുഹ്ഫത്തുൽ മുവഹ്ഹിദീൻ എന്നുള്ള ഗ്രന്ഥം. അറബിയിൽ രചിച്ച ആളാണ് രാജാറാം മോഹൻ റായ്. അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഒരു മദ്രസയിൽ പഠിച്ച ആളാണ്. അപ്പോൾ സാമൂഹ്യ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മദ്രസ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെത് മാത്രമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യകാലങ്ങളിൽ ഇത് പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു മദ്രസകൾ ഉണ്ടായിരുന്നത്. രാവിലെയോ വൈകുന്നേരമോ കുറഞ്ഞ സമയം മാത്രമുള്ളത്. ഇത് പിന്നീട് പ്രത്യേകിച്ചുള്ള കെട്ടിടങ്ങളിലേക്ക് മാറുകയും അറബിയും അതുപോലെ തന്നെ മറ്റ് മൂല്യങ്ങളും പഠിപ്പിക്കുന്ന സ്ഥാപനമായിട്ട് ഇത് മാറുകയും ചെയ്തു. അപ്പൊ KMEB ഇപ്പോൾ നടത്തി വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്, കുട്ടികളുടെ പരിപാടികളൊക്കെ ഇതിന് ശേഷമുള്ളത് കൊണ്ട്, അഥവാ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, മറ്റുള്ള മദ്രസകളിൽ നിന്ന് എന്താണ് KMEBയുടെ സിലബസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരെ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുക മാത്രമല്ല, ആ മൂല്യബോധം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിൽ, അതിൽ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഉണ്ടാകുന്ന രൂപത്തിലുള്ള പരിശീലനങ്ങളും പ്രായോഗിക പരിശീലനങ്ങളുമാണ് മദ്രസകളിൽ KMEB നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ വൈജ്ഞാനിക മേഖലയിൽ അങ്ങേയറ്റം ഉന്നതി പ്രാപിക്കുന്നതിന് ഇസ്ലാമിക ഹിക്മ ടാലന്റ് എക്സാം ആദ്യമായിട്ട് കൊണ്ടുവന്നത് KMEB ആണ് എന്നുള്ളതാണ്. 2013 തുടങ്ങിയ ഈ ഹിക്മ ടാലന്റ് എക്സാം ഇന്നും അതിവിശാലമായിട്ട് തന്നെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ വെച്ച് ഇന്ത്യയിലെ മുഴുവൻ മദ്രസ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളെയും ഒരു യോഗം കൂടുകയുണ്ടായി. അതിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. തബ്ലീഗ് ജമാഅത്തുണ്ട്, മുജാഹിദിന്റെ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്, സുന്നികളുടെ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം മദ്രസ ബോർഡുകളുടെ നേതാക്കന്മാരുടെ ഒരു യോഗം, അത് നടത്തുന്നവരെ കുറിച്ച് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തും. അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ വിളിച്ചു കൂട്ടിയ ഒരു പരിപാടിയാണ്. അങ്ങനെ അവർ പരസ്പരം ഷെയർ ചെയ്യുകയുണ്ടായി പല കാര്യങ്ങളും. ഈ ഹിക്മ ടാലന്റ് എക്സാം എങ്ങനെയാണ് നിങ്ങളിത് പൊട്ടിപ്പോകാതെ ഇത്രയും ഭംഗിയായി കൊണ്ടു നടക്കുന്നത് എന്ന് അവർ അത്ഭുതം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഹിക്മ ടാലന്റ് എക്സാമിൽ ഓരോ വർഷങ്ങളും വിജ്ഞാനങ്ങൾ, അവരുടെ മതപഠന, അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന്, സിലബസുകളിൽ നിന്ന് പുറത്തുള്ള ഒരുപാട് ജനറൽ നോളജുകളും അല്ലാത്തതുമായ ഒരുപാട് പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഹിക്മ ടാലന്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 വർഷത്തിലൊരിക്കൽ KMEB നടത്തുന്നതാണ് ആർട്ട് ഫെസ്റ്റ് എന്ന് പറയുന്നത്. കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന്, അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് ഒരുപാട് തരത്തിലുള്ള വേദികൾ സബ് ജില്ലാ തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെ നടത്തുകയുണ്ടായി. 3 വർഷം മുമ്പ് അത്തരത്തിലുള്ള വളരെ വിപുലമായ ആർട്ട് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് സാധാരണ നടത്താറുള്ള ഖുർആൻ ഫെസ്റ്റ്. കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. ഖുർആൻ ഫെസ്റ്റ് എന്നതുകൊണ്ട് ഖുർആനിൽ മാത്രം ഊന്നി എന്നുകൊണ്ട് ഒരുപാട് ഫെസ്റ്റ്. അതിൽ വളരെ ശ്രദ്ധേയമായിരുന്നു ഖുർആൻ
എക്സിബിഷൻ എന്നുള്ളത്. സാധാരണ ഒരു എക്സിബിഷൻ നടത്താറുള്ളത് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാറുള്ളത് ഒരു വലിയ പരിപാടിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഉള്ള വലിയ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് എക്സിബിഷൻ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഈ എക്സിബിഷൻ എന്നുള്ളത് ഓരോ മദ്രസ തലത്തിലും എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ടാർഗറ്റാണ് KMEB കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ എല്ലാ ഇത്തരത്തിലുള്ള KMEBയുടെ മിക്ക മദ്രസകളിലും അത് നടത്തിയിട്ടുണ്ട്. അതിലൂടെ ഉണ്ടായി വന്നത് 1-2 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 2-3 വർഷങ്ങൾ കൊണ്ട് കുട്ടികൾ നേടിയെടുക്കുന്ന ഖുർആനിക്കായിട്ടുള്ള ഖുർആൻപരമായിട്ടുള്ള അറിവുകൾ അവര് ഇതിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ അവർ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. എക്സിബിഷനിലൂടെ ഖുർആനും ശാസ്ത്രവും ഖുർആനും ഗുണശാസ്ത്രവും ഇങ്ങനെ തുടങ്ങി എങ്ങനെയാണ് ഖുർആൻ ലോകത്തോട് സംസാരിക്കുന്നത് എന്നും എങ്ങനെയാണ് സംസാരിച്ചത്, ഖുർആൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിപ്ലവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഈ കുട്ടികൾ വളരെ അത്ഭുതകരമായ രീതിയിൽ അവര് ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു കൊടുക്കുന്നതും പ്രസന്റേഷൻ ചെയ്യുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം KMEB നടത്തിയതാണ് ആദ്യമായി മറ്റാരും കൈവെക്കാത്ത മറ്റൊരു മേഖലയിൽ, അഥവാ സ്പോർട്സ് മേഖലയിൽ അത്ലറ്റിസ്മോ എന്നുള്ള നാമധേയത്തിൽ, ആ പേര് തന്നെ എന്തൊരു പേരാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് ആളുകൾക്ക് അവസാനം മനഃപ്പാടമായി. അത്ലറ്റിസ്മോ എന്നുള്ള പേരിൽ ഒരു കായിക മത്സരം, അഥവാ മദ്രസ തലം മുതൽ സ്റ്റേറ്റ് തലം വരെയുള്ള ഒരു വലിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. സാധാരണ സ്കൂളുകളിൽ നടക്കുന്ന, കോളേജുകളിൽ നടക്കുന്ന മത്സരങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം കുട്ടികളെയും ഉൾക്കൊള്ളിക്കുമാറ് അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിൽ, അവർക്ക് പങ്കാളിത്തം ഉണ്ടാകുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതും വലിയ നേട്ടമുണ്ടാക്കുകയും കുട്ടികളിൽ ആദ്യമൊക്കെ രക്ഷിതാക്കൾ അടക്കം ചോദിച്ചിരുന്നു, 1-1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂറുള്ള മദ്രസയിൽ എന്തിനാണ് സ്പോർട്സ് എന്ന്. പക്ഷെ ഇത് നടത്തിയ ഇതിന്റെ വൈവിധ്യങ്ങളും ഇതിന്റെ ഗുണങ്ങളും കണ്ടപ്പോൾ ഇത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങളും നൂതനമായ കഴിവുകളും കുട്ടികളിൽ വളർത്തിയെടുക്കലാണ് KMEBയുടെ പദ്ധതി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള KMEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്രസയാണ് നമ്മുടെ മദ്രസ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. മറ്റുള്ള മദ്രസയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളിൽ ചില പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ട് ഈ മദ്രസ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ മദ്രസയെ കൂടുതൽ അടുത്തറിയുകയും അതിന്റെ സിലബസിനെ കുറിച്ചും അത് പുറത്തുവിടുന്ന കുട്ടികളുടെ എന്തൊക്കെ ഗുണനിലവാരങ്ങളാണുള്ളത് എന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ അറിയുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ മദ്രസയ്ക്ക് എല്ലാവിധ ആശംസകളും KMEB കോഴിക്കോട് നോർത്തിന്റെ